ഹായ് ഫ്രണ്ട്സ്, ഷീലമ്മസ് കിച്ചണിലേക്ക് സ്വാഗതം. ഷീലമ്മസ് കിച്ചണിൽ ഒത്തിരി നാളായി നമ്മൾ കണ്ടിട്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ട്, പക്ഷേ ഒത്തിരി നാൾ കൂടിയിട്ട് എനിക്കിപ്പോൾ ഒരു വീഡിയോയുമായിട്ട് വരാൻ പറ്റി. ഞാൻ വേറെ ചില കാര്യങ്ങളുമായിട്ടൊക്കെ ഇൻവോൾവ് ചെയ്ത് നടക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് എനിക്കൊരു വീഡിയോ ആയിട്ട്, അപ്പം ഞാൻ ഈയിടെ ഒരു ഹെൽത്ത് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ കുറേ ഹെൽത്തിനെ കുറിച്ചുള്ള അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഒത്തിരി യൂട്യൂബേഴ്സ് ഒരുപാട് ഹെൽത്ത് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തോന്നിയ ഒരു അറിവായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതി. എല്ലാവരും എൻ്റെ വീഡിയോയിലേക്ക് വരിക, കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായിട്ട് നിങ്ങൾ കാണുക, എല്ലാ വീഡിയോയും കാണുന്നത് പോലെ സ്കിപ്പ് ചെയ്ത് കാണരുത്. ഫുള്ളായിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക, എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം കിട്ടുള്ളൂ. അപ്പോൾ പല പാർട്ടായിട്ടാണ് ഞാനിത് തരുന്നത്. ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ നമ്മുടെ ബോഡിയെ ഒരു ഹെൽത്തി ആക്കി വെക്കാം എന്നതിനെക്കുറിച്ച്, എന്താണ് ഹെൽത്ത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാം. ആദ്യമായിട്ട് നമുക്ക് ഹെൽത്ത്, എന്താണ് ഹെൽത്ത് അല്ലേ? എല്ലാവരും ഹെൽത്തിനെ കുറിച്ച് ചോദിച്ചാൽ ഉടനെ പറയും ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാനുള്ള ഇതാണ്, മരുന്ന് കഴിക്കാത്ത അവസ്ഥയാണ്, ആരോഗ്യമുള്ളൊരവസ്ഥയാണ് എന്നൊക്കെ പലരും പലതും പറയുമെങ്കിലും എന്താണ് ആക്ച്വലി ഹെൽത്ത് എന്നതിനെക്കുറിച്ച് ഒരു ഡെഫിനിഷൻ തന്നിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ ആണ്. അവർ പറയുന്ന ഒരു അമേസിങ് ഡെഫിനിഷൻ ഉണ്ട്. അതാണ് ദി എന്തൂസിയാസം ടു ഡു വർക്ക്. എന്തൂസിയാസം ടു ഡു വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ രാവിലെ, നമ്മളൊരു ദിവസം, നമ്മുടെ ഒരു ഡേ തുടങ്ങുന്നത് നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മുതലാണ്. അപ്പം മുതൽ പിന്നെ നമ്മുടെ ഡേ അവസാനിക്കുന്നത് പറയുന്നത് നമ്മൾ ബെഡിലേക്ക് ഉറങ്ങാനായിട്ട് ചെല്ലുന്ന അവസ്ഥ. ഇൻ ബിറ്റ്വീൻ ദീസ് ഈ ടൈം, അതായത് ഈ രണ്ട് ടൈമിന് ഇടയിലുള്ള സമയത്ത് നമ്മൾ എന്തുമാത്രം ഹെൽത്തി ആയിട്ട് ജോലി ചെയ്യാനുള്ള ആർജവം, ജോലി ചെയ്യാനുള്ള ഇഷ്ടം, അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇഷ്ടപ്പെടുന്ന ജോലികളെല്ലാം ചെയ്ത് മനസ്സ് വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിച്ച് എടുക്കാൻ കഴിവുള്ളവരാണ് ഹെൽത്തി ആയിട്ടുള്ളവരെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള മാർഗം എന്നതിനെക്കുറിച്ച് നമുക്ക് ആദ്യമായിട്ട് നോക്കണം. അതിനു മുമ്പ് എന്താണ് നമ്മുടെ ഈ ശരീരം, നമ്മൾ ഹെൽത്തി ആണോ എന്നറിയാനുള്ള ചില സിമ്പിൾ ആണോ എന്ന് സ്വയം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ചില മാർഗങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് പരീക്ഷിച്ച് അറിഞ്ഞു നോക്കുക. ഒന്ന് ദിവസം പിന്നോട്ട്, ഒരു ദിവസത്തിൽ നമ്മൾ എങ്ങനെയായിരുന്നു എന്ന് പിന്നോട്ട് കണ്ണോടിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ഹെൽത്തി ആയിരുന്നു എന്ന്. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ സിംപ്ലി ചോദിക്കാം, നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ നോക്കാം. എഴുന്നേറ്റ് വരുമ്പോൾ നമ്മളുടെ കാല് നിലത്തേക്ക് കുത്തുമ്പോൾ കാലിന് ഒരു തരിപ്പ് അല്ലെങ്കിൽ ഒരു പെരുപ്പ്, നടക്കുമ്പോഴത്തേക്ക് തീരെ കാല് കുത്താൻ മേലാത്തൊരവസ്ഥ. ഇങ്ങനെ ഒരവസ്ഥ നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾ അൺഹെൽത്തി സിറ്റുവേഷനിലേക്ക് മാറുകയാണ്. ഇനി അടുത്തത്, ഡെയിലി നിങ്ങൾക്ക് തലകറക്കം, ഏതെങ്കിലും ഒരു സമയത്ത് തലകറക്കം അനുഭവപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ വേഗത്തിൽ നടക്കുമ്പോൾ, ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ നിങ്ങൾക്ക് അണപ്പ്, കിതപ്പ്, ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾ അൺഹെൽത്തി സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ മനസ്സിലാക്കുക. ഇനി അടുത്തത്, നിങ്ങൾക്ക് ഡെയിലി ബേസിൽ നിങ്ങൾ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ? മെഡിസിൻ എടുക്കുന്നുണ്ടോ? മെഡിസിൻ എടുത്താണോ നിങ്ങൾ ആരോഗ്യമായിട്ട് ഇരിക്കുന്നത്? എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഹെൽത്തി അല്ല. ഇനി നിങ്ങൾക്ക് നല്ലൊരു ഉറക്കം കിട്ടുന്നുണ്ടോ? അതും നിങ്ങൾ നോക്കുക. നല്ലൊരു ഉറക്കം കിട്ടുന്നുണ്ടോ? അതില്ലെങ്കിലും നല്ലൊരു ഉറക്കമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു അൺഹെൽത്തി സിറ്റുവേഷനാണ്. അടുത്തതായിട്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ, ഇൻഡൈജഷൻ, അസിഡിറ്റി അല്ലേ, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾ അൺഹെൽത്തിയാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നുണ്ടോ? ഇനി ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലുമെങ്കിലും നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ അസുഖക്കാരാണ്, നിങ്ങൾ തീർച്ചയായിട്ടും രോഗികളാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഇമ്മ്യൂണിറ്റി കീപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നത് അല്ലേ, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ 3 കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യുക. നമ്മുടെ 3 ബോഡി പാരാമീറ്റേഴ്സ് കറക്റ്റാക്കി വെക്കുക. തീർച്ചയായിട്ടും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ കഴിയും. എന്താണ് ഒന്നാമത്തെ പാരാമീറ്റർ? അതായത് ഐഡിയൽ വെയിറ്റ് കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഐഡിയൽ വെയിറ്റ്? എല്ലാവർക്കും അറിയാം വെയിറ്റ് എന്താണ്. വെയിറ്റിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഐഡിയൽ വെയിറ്റ് എന്താണെന്ന് അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അത് അതായത് നമ്മളുടെ ബോഡി ഹൈറ്റിന്റെ നിന്നാണ് നമ്മുടെ
ഐഡിയൽ വെയിറ്റ് കണ്ടുപിടിക്കേണ്ടത്. ഐഡിയൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈറ്റ് ഒരു മെഷറിംഗ് ടേപ്പ് വെച്ച് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മുടെ ഒരു ഹൈറ്റ് അളന്നു നോക്കുക. അതിനെ സെന്റിമീറ്ററിൽ കിട്ടുന്ന ആ ഒരു 3 ഡിജിറ്റ് നമ്പറിൽ നിന്ന് ഒരു 100 മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ്. ഫോർ എക്സാമ്പിൾ 160 കിലോഗ്രാം സെന്റിമീറ്റർ ഉള്ള ഒരാളുടെ ഐഡിയൽ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 160 മൈനസ് 100 ഈസ് ഈക്വൽ ടു 60. അതായിരിക്കും നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ്. അപ്പൊ ഈ ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ഇന്നർ ആൻഡ് ഔട്ടർ ഓർഗൻസ്, ഈവൻ കാല്, കൈ എല്ലാം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഐഡിയൽ വെയിറ്റിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇതല്ലാതെ നമ്മൾ ഓരോ കിലോ കൂടിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഓരോ ഓർഗൻസും നമ്മുടെ ഇങ്ങനെ അതായത് എക്സ്ട്രാ വർക്ക് ചെയ്ത് അത് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഐഡിയൽ വെയിറ്റ് കീപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഐഡിയൽ ഫാറ്റ് ആണ്. അതിനു മുമ്പ് ഞാൻ പറയാം, നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേർന്നാണ് നമ്മുടെ ബോഡിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേർന്നാണ്. അത് ഈസി ആയിട്ട് നമുക്ക് പറയാം. നമ്മുടെ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോൺസ്, മസിൽസ്, ഫാറ്റ്, ഇത് മൂന്നും കൂടെ ഉള്ള ചേർന്ന ആകെ വെയിറ്റ് ആണ് നമ്മുടെ ബോഡി വെയിറ്റ്. അപ്പം ഇതില് ഒന്നാമത് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഫാറ്റ് ഇത് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. ഫാറ്റ് പെർസെൻറ്റേജ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. അതായത് അതൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം 10 to 20ക്കുള്ളിലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 20 to 30ക്കുള്ളിലും ആയിരിക്കണം. എന്നാലേ നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കുകയുള്ളൂ. അപ്പൊ എപ്പോഴും ഈ ഫാറ്റിന്റെ കുഴപ്പം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫാറ്റ് കൂടുമ്പോൾ ഇത് നമ്മുടെ ഭിത്തികളിൽ അതായത് ബ്ലഡ് ഇപ്പം സർക്കുലേഷൻ ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബ്ലഡ് പൈപ്പുകളിൽ ചുറ്റും അല്ലെ, അല്ലെങ്കിൽ അതിന്റെ ഭിത്തികളിൽ ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കും അല്ലെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ നമ്മുടെ ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുമ്പോൾ ആണ് നമുക്ക് ഓരോരോ അസുഖങ്ങൾ വരുന്നത്. അത് നമ്മളിപ്പം നമ്മുടെ ബ്ലഡ് ഫ്ലോ ഇപ്പം നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് പൈപ്പിലാണ് ഇങ്ങനെ നമ്മുടെ ഫാറ്റ് അക്യൂമുലേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താ പറ്റുന്നത്, അവിടേക്കുള്ള ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുകയും നമുക്ക് എന്തുവരും, സ്ട്രോക്ക് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകും. സ്ട്രോക്ക് ഉണ്ടായി എത്ര പേരാണ് മരിക്കുന്നത് അല്ലേ, നമുക്കറിയാം. സ്ട്രോക്ക് ഉണ്ടായി മരിക്കുന്നതിലും കഷ്ടം അവർ കിടന്നു പോകുന്നതാണ്. എത്രയോ നാളുകൾ സ്ട്രോക്കായിട്ട് തളർന്നു കിടക്കുന്ന എത്രയോ പേരെ നമുക്കറിയാം. ഇതൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ഈ ഫാറ്റ് പെർസെൻറ്റേജ് കറക്റ്റായിട്ട് വെക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത് തന്നെ നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞു. ഇനി നമ്മുടെ ഹാർട്ടിലേക്ക് പോകുന്ന ബ്ലഡ് പൈപ്പിലാണ് ഇതുപോലെയുള്ള ഫാറ്റ് അക്യുമുലേഷൻ നടക്കുന്നതെങ്കിൽ എന്താ പറ്റുന്നത്, നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. പെട്ടെന്ന് മരിക്കുക അല്ലെ, പെട്ടെന്ന് മരിക്കുന്ന ഈ അവസ്ഥകൾക്കെല്ലാം കാരണം ഈ ഫാറ്റ് പെർസെൻറ്റേജ് ആണ്. ഇത് ശരീരത്തിലുള്ള ഏത് നമ്മുടെ ബ്ലഡ് ഫ്ലോ തടസ്സപ്പെട്ടാലും അതിനോടനുബന്ധിച്ചുള്ള അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമ്മൾ മരണത്തിന് തന്നെ അടിപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുന്നു. അപ്പം നമ്മളെപ്പോഴും ബോഡി ഫാറ്റ് കറക്റ്റാക്കി വെക്കുക. ഇനി അടുത്തത് BMI ആണ്. BMI എന്ന് പറഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ് ആണ്. ഇത് നമ്മുടെ ഹൈറ്റും വെയിറ്റും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ്. അപ്പോൾ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കറക്റ്റാക്കി വെക്കാൻ നോക്കണം. അത് കറക്റ്റാക്കി വെക്കണമെങ്കിൽ നമുക്ക് നല്ല ഒരു ഇതുണ്ട്. അതായത് എല്ലാവർക്കും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേപോലെയാണ്. ഫാറ്റ് പോലെ വ്യത്യാസമില്ല ഇതിന്റെ കാര്യത്തിൽ. 19നും 23നും ഇടയിലായിരിക്കണം എപ്പോഴും നമ്മുടെ BMI കൂടി വരുന്തോറും നമ്മൾ അൺഷേപ്പിലേക്ക് മാറുന്നു, ഒബിസിറ്റിയിലേക്ക് മാറുന്നു, പൊണ്ണത്തടി എന്ന് പറയും അല്ലെ, പൊണ്ണത്തടിക്കാരായി മാറും. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിക്കാൻ പറ്റുകയില്ല, ഇഷ്ടപ്പെട്ടതുപോലെ നടക്കാൻ പറ്റുകയില്ല, ഇരിക്കാൻ പറ്റുകയില്ല, കിടക്കാൻ പറ്റുകയില്ല, ഇങ്ങനെ എല്ലാം വന്ന് നമ്മൾ പൊണ്ണത്തടിയിലേക്ക് മാറുന്ന ഒരവസ്ഥയാണ്. അപ്പൊ BMI എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് സൂക്ഷിക്കുക. 19നും 23നും ഇടയ്ക്ക്. ഇതെങ്ങനെയാണെന്ന് നോക്കുക. ഇതിപ്പം എങ്ങനെ മനസ്സിലാവും, ഈ ഫാറ്റൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാവും, BMI എങ്ങനെ മനസ്സിലാവും എന്ന് എല്ലാവരും വിചാരിക്കും. അതിന് നമുക്ക് മാർഗമുണ്ട്. നമ്മളൊരു ഫാറ്റ് അനലൈസർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കിപ്പം വെയിങ് മെഷീൻസ് കിട്ടും. ഈ BMI BMR എല്ലാം വരുന്ന നമുക്ക് അറിയാൻ കഴിയുന്ന വെയിങ് മെഷീൻ ഉണ്ട്. അത് മേടിച്ച് നമ്മൾ നോക്കിയാൽ നമ്മുടെ വെയിറ്റ്, ഹൈറ്റ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ വരും. അപ്പൊ അങ്ങനെ അറിയാൻ കഴിയും. അങ്ങനെ നമുക്കറിയാൻ പറ്റും. ഇനി നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് മാർഗമുണ്ട് അറിയാൻ. നമ്മുടെ BMI അറിയാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. വീട്ടിൽ മെഷറിംഗ് ടേപ്പ് ഉണ്ടോ എല്ലാവരുടെയും? ഇല്ലെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കുക. 10-15 രൂപയേ ഉള്ളൂ. ഒരെണ്ണം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് പുക്കിൽ ചുറ്റളവ് അളന്ന് നോക്കുക. പുക്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 80 സെന്റിമീറ്ററിനുള്ളിലും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം 90 സെന്റിമീറ്ററിനുള്ളിലും ആണെങ്കിൽ നമ്മുടെ BMI ഏകദേശം കറക്റ്റ് ആണെന്ന് വിചാരിക്കാം.
അപ്പോൾ നല്ല കറക്റ്റായിട്ട് BMI 19-നും 23-നും ഇടയ്ക്ക്, അല്ലെങ്കിൽ 80 സെന്റിമീറ്റർ 90 സെന്റിമീറ്ററിന് ഇടയിൽ സൂക്ഷിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ കറക്റ്റായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഹെൽത്തി ആയിട്ടിരിക്കാം. നല്ല ഹൈ ഇമ്മ്യൂണിറ്റി, നല്ല സ്റ്റാമിന എല്ലാം കീപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയോ? അപ്പോൾ ഈ 3 കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്, ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കിനി നമ്മുടെ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 4 കാര്യങ്ങൾ ശ്രദ്ധിച്ച് അത് മാത്രം മതി. 4 കാര്യങ്ങൾ. ആ 4 കാര്യങ്ങൾ എന്താണെന്ന് എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഞാൻ നിങ്ങളോട് എന്താ പറയുന്നത്, ബൈ പറയുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.